പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. യഥാ ദീപോ നിവാതസ്ഥഃ യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ നേംഗതേ സോപമാ സ്മൃതാം യോഗിനോ യത ചിത്തസ്യ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപോ നിവാതസ്ഥഃ യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. ധ്യാനം അഭ്യസിക്കുന്നതായിട്ടുള്ള മനുഷ്യന്റെ മനസ്സിന്റെ നിലയെ ഒരു ദൃഷ്ടാന്തത്തിലൂടെ വിവരിക്കുകയാണ് ശ്രീകൃഷ്ണൻ. യഥാ എപ്രകാരമാണോ ദീപഃ നിവാതസ്ഥ ദീപഃ. നിവാദം വായു കാറ്റ്, വാദം കാറ്റ്. നിവാതഃ വായു വർജിത സ്ഥലേ, വായു ഇല്ലാത്തതായിട്ടുള്ള സ്ഥലത്ത്, കാറ്റില്ലാത്തതായിട്ടുള്ള സ്ഥലത്ത് വെച്ചതായൊരു ദീപം. യഥാ ദീപോ നിവാതസ്ഥഃ ന ഇംഗതേ, ചലിക്കുന്നില്ല. അഗ്നിനാളം സ്വയം ചലിച്ചുകൊണ്ടിരിക്കും വായുവിന്റെ ഗതിക്കനുസരിച്ച്. പക്ഷെ അതിന് കത്തുവാനുള്ളതായ പ്രാണവായു മാത്രമേ ഉള്ളൂ. ബാഹ്യപരമായിട്ട് വലിയ ഉപദ്രവമില്ല എങ്കിൽ അത് നിശ്ചലമായിരിക്കും. ഒരു അഗ്നിനാളം എപ്രകാരമാണോ നിശ്ചലമായിരിക്കുന്നത്. ഇതിൽ രണ്ടു കാര്യമുണ്ട്. അഗ്നിയാണ് മനസ്സിനോട് ഉപമിക്കുന്നത്. അതായത് മനസ്സും ഒരഗ്നിയാണ് എന്നർത്ഥം. അതിനെ സൂക്ഷിച്ചാൽ നമ്മെ അത് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ അത് നമ്മെ ദഹിപ്പിക്കും. അതുകൊണ്ടാണ് നാം നീറി മരിക്കുക എന്നൊക്കെ പറയുന്നത്. മനസ്സിന്റെ ആ നീറ്റല്ല, സ്വന്തം മനസ്സ് തന്നെ. അതായത് അഗ്നിയെ നാം എപ്പോഴും അറിയണം. ഇപ്പോൾ തന്നെ ഇത് വലിയൊരു ഹാള്, എവിടെയെങ്കിലും ഒരു വലിയൊരു ഓഡിറ്റോറിയം, ഒരു ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. എങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള കാർപ്പറ്റ്, എവിടെയെങ്കിലും ഒരു അഗ്നിനാളം കണ്ടു, ഒരു അഗ്നി തീപ്പൊരി കണ്ടു, നമുക്ക് ആർക്കെങ്കിലും പറയാൻ അത് ഒരു തീപ്പൊരിയില്ല, അവിടെ ഇരുന്നോട്ടെ പറയാൻ പറ്റുമോ? കാരണം അത് തീപ്പൊരിയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ
അത് മുഴുവനും വ്യാപിക്കും. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായ സ്ഥിതി വരും. മനസ്സിന്റെ ആസക്തിയും അതുപോലെ തന്നെയാണ്. അതിനെ നിയന്ത്രിച്ചാലോ അത് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു ഉപകരണമാണ്. മറ്റുള്ള എല്ലാത്തിനെയും നമുക്ക് പരിശീലിപ്പിക്കാം, കാരണം അതെല്ലാം മനസ്സുകൊണ്ട് പരിശീലിപ്പിക്കുകയാണ്. ഇത് മനസ്സിന്റെ ഉത്ഭവസ്ഥാനത്തെ കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഗുരുവിന് ഏറ്റവും വലിയ അനുകമ്പ വേണം. അതല്ലാത്ത ആൾക്ക് ആധ്യാത്മികമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ സാധിക്കരുത്, കഴിക്കുകയില്ല. ആവർത്തിച്ച് അതേ തത്വത്തെ ഉപദേശിക്കണം. തന്റെ ശിഷ്യന്റെ, തന്റെ വിദ്യാർത്ഥിയുടെ എല്ലാ അപരാധങ്ങളെയും ഒരളവോളം സഹിക്കാൻ സാധിക്കണം. അവന്റെ ഉള്ളിലുള്ളതായ അനന്ത ശക്തിയെ കുറിച്ച് അറിയണം. മാത്രമല്ല അവന്റെ വൈകല്യങ്ങളെയും ദൗർബല്യങ്ങളെയും ഏതു പ്രകാരത്തിൽ മാറ്റാം എന്നുള്ളതായിട്ടുള്ള ഒരു ക്ഷമാപൂർവമായിട്ടുള്ള സമീപനം ആചാര്യനുണ്ടാവണം. അർജുനൻ ഏത് വിധത്തിലാണ് 1-ാം അധ്യായത്തിൽ കണ്ടത്. അങ്ങനെയുള്ള അർജുനനോട് ഇത്രയും വലിയതായിട്ടൊരു ഉപദേശം പറയണമെങ്കിൽ ഇത്രത്തോളം ഭഗവാൻ അർജുനനെ സ്നേഹിക്കുന്നു എന്നു. എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല, ഇരിക്കാൻ സാധിക്കുന്നില്ല, അടിമുട്ടി ഞാൻ ചുട്ടുനൂറുന്നു എന്ന് പറയുകയുണ്ടായി ഭഗവാൻ. എനിക്ക് ദാഹിക്കുന്നു, ഹേ ഭഗവാൻ എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, ഒന്നും വേണ്ട. അങ്ങനെയുള്ളതായിട്ടുള്ള അർജുനനാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത്. അതായത് എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഗുരു വേണം നിർദ്ദേശിക്കുവാൻ. അത് നമുക്ക് അങ്ങനെ വന്നു ചേരുകയാണ്, ഒരു അനുഗ്രഹം വന്നു ചേരുകയാണ്. നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്വാമി ചിന്മയാനന്ദജി തന്റെ ഗുരുവായിട്ടുള്ള തപോവന സ്വാമികളെ കാണുന്നത്, അദ്ദേഹം പറയും പിന്നീട് ഉണ്ടായത് എന്താണ്? അതായത് ഇന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഈ വിദ്യ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സ്വാമിജി അന്ന് നേടിയത്. ഏതൊക്കെ വിധത്തിലായ കഠിനങ്ങളായിട്ടുള്ള യാതനകളുടെ മധ്യത്തിൽ. പക്ഷേ ആ സമാഗമം, അഭിമന്യ സ്വാമി ചിന്മയാനന്ദജിയും സംപൂജ്യ സ്വാമി തപോവന സ്വാമികളുടെയും സമാഗമമുണ്ടല്ലോ, അത് അവരുടെ ആ സമാഗമം പിന്നീട് എത്ര ലക്ഷം ജനഹൃദയങ്ങളിൽ ആഗോള വ്യാപകമായി നാം ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് പോലും ആ സമാഗമമാണ്. ഒരു ഏകീകരണം സിദ്ധിച്ചതായിട്ടുള്ള ഒരു യതിവര്യൻ, ഒരു വിദ്യാർത്ഥി പൂർണ്ണതയിലെത്തിയിരിക്കുന്നത് ഒരു മഹാത്മാ, അവർ തമ്മിൽ സമാഗമം ഉണ്ടാവും. ആ വ്യക്തിയിൽ ഉണ്ടാവുന്ന തീപ്പൊരി അതിങ്ങനെ വ്യാപിക്കുന്നു അനന്തമായി. എത്ര ഹൃദയങ്ങളുള്ളത് പ്രശാന്ത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിദ്യ നമ്മൾ ഒരിക്കലും വിചാരിക്കുകയില്ല, നമ്മളിൽ തന്നെ ഇരിക്കുമോ നമുക്കറിയില്ല. കാരണം നിയതി ഏത് വിധത്തിലാണ് നമ്മെ നിയോഗിക്കുക ഉപയോഗിക്കുക എന്ന് അറിയുകയില്ല. നാം എത്രത്തോളം യോഗ്യരാകുന്നുവോ അത്രത്തോളം വ്യാപകമായിട്ടുള്ള സ്ഥലത്ത് ഈശ്വരൻ നമ്മെ ഉപയോഗിക്കുന്നു. പക്ഷെ ആ യോഗ്യത നാം നേടണം. അതിന് ഈ നിർദ്ദേശങ്ങളെ പാലിക്കണം. ആ സമയത്തൊന്നും ചോദ്യം ചെയ്യരുത്, കാരണം ഗുരുവിന്റെ ആജ്ഞയാണ്. ആ ഗുരുവിനോ അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊന്നും വേണ്ട, നമ്മുടെ ക്ഷേമം മാത്രമാണ്. സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ, കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമുക്ക് സ്വയം പഠിക്കാൻ പറ്റുമോ? സൈക്കിൾ പഠിക്കുമ്പോൾ സൈക്കിളിൽ ഒരു ഗുരുവുണ്ട്. ഹായ് എന്താ ആ സമയത്ത് നീണ്ടു നിവർന്നിരിക്കൂ, സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര, ഇങ്ങനെ ഇരിക്കാൻ പറയും. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ആദ്യം ഈ 2 ചക്രത്തിൽ എങ്ങനെയാ ബാലൻസ് ചെയ്യണം. ഡ്രൈവർ ഗുരു അടുത്തിരിക്കും, ഭയങ്കര പേടി. ന്യൂട്രലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും, എല്ലാം കാണിച്ചു കൊടുക്കും. ഇതൊക്കെ അദ്ദേഹം അതുപോലെ കാണും. എന്നിട്ട് ഇടത്തെ കാലിലുണ്ട് മെല്ലെ ക്ലച്ചിൽ അമർത്തി കഴിഞ്ഞാൽ ഗിയർ വീഴും. ക്ലച്ച് ഇടത്തെ കാലം കൊണ്ട് ക്ലച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ വലത്തെ കാലം കൊണ്ട് മെല്ലെ ആക്സിലേറ്ററിൽ അങ്ങോട്ട് പ്രസ് ചെയ്യുക. ആക്സിലേറ്റർ മെല്ലെ പ്രസ് ചെയ്ത് കഴിയുന്ന സമയത്ത് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. വണ്ടി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് ക്ലച്ചിൽ തന്നെ കാല് വെച്ചോളൂ. കാരണം
അതിൽ അമർത്തിക്കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആവും. ഇനി അഥവാ നിർത്തുന്ന ഉടനെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിൽ വെക്കുക, അവിടെ വണ്ടി നിൽക്കും. എന്നിട്ടോ കുറച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇടത്തെ കാല് ക്ലച്ചിൽ അമർത്തുക. എന്നിട്ടോ ഫസ്റ്റ് ഗിയറിൽ നിന്ന് രണ്ടാം ഗിയറിലോട്ട് കൊണ്ടുവരിക. രണ്ടാമത്തെ ഗിയറിൽ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യത്തെ ഗിയറിനെക്കാട്ടിലും വണ്ടി കൂടുതൽ ജാഗ്രതയോടുകൂടി വരുന്നു. പിന്നെയോ മെല്ലെ ആക്സിലേറ്റർ കാലും കുറച്ച് കൂടുതൽ മുന്നോട്ട് പോകും. പിന്നെയും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കാല് ക്ലച്ചിൽ അമർത്തുക. മൂന്നാമത്തെ ഗിയറിൽ കൊണ്ട് മോർ ദ ഗിയർ മോർ കംഫർട്ടബിൾ. അതേസമയത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുകയും വേണം. ഇനിയോ മുമ്പത്തൂടെ വണ്ടി തന്നെ ക്ലച്ചിൽ അമർത്തുക, ഗിയർ കുറച്ച് കൊണ്ടുവരിക, കുറയ്ക്കാനും കൂട്ടാനും ക്ലച്ചിൽ കാലമർത്താം. ട്രെയിനിങ് വന്നാലോ ട്രെയിനിങ് വന്നാൽ വീണ്ടും ഗിയർ കുറച്ച് കൊണ്ടുവരിക, എന്നിട്ട് മെല്ലെ ക്ലച്ചിൽ അമർത്തും, മെല്ലെ ടേൺ ചെയ്യും. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ട്രെയിനിങ് വരുമ്പോൾ ഇയാൾ ടേൺ ചെയ്യും, വണ്ടി അങ്ങനെ പോകും. ശരി, സാധാരണ ഈ ലോക്കൽ വിദഗ്ധതയ്ക്ക് പോലും ഇത്രത്തോളം ജാഗ്രത വേണമേ. നമുക്ക് പരമമായിട്ടുള്ള അറിവ് ലഭിക്കുന്നതിന് എത്രത്തോളം വിദ്യ വേണം. ഏത് വിദ്യ നോക്കിക്കഴിഞ്ഞാൽ ഇനി അഥവാ നമ്മളത് പഠിച്ചു കഴിഞ്ഞിരിക്കട്ടെ, പിന്നെ ഇത്രയേ ഉള്ളൂ, എത്ര നിസ്സാരം. ഇതൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ഞാൻ തയ്യും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സാധാരണ വിദ്യ നമുക്ക് ലഭിക്കുന്നത് പോലും ഇത്രത്തോളം നിർദ്ദേശം നാം അവർ പറയുന്നത് പോലെ പാലിക്കണം. അതല്ലാതെ നമുക്ക് ആ വിദ്യയിൽ നമുക്ക് വൈദഗ്ധ്യം ഉണ്ടാവുകയില്ല. അതുപോലെ ഈ വാക്കുകളൊക്കെ തന്നെ ഭഗവാൻ പറയുന്നതായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ അതുപോലെ നാം ഇപ്പോൾ അനുവർത്തിച്ചേ പറ്റൂ. എപ്രകാരമാണ് ഒരാളുടെ മനസ്സ് ഇങ്ങനെ ആവുന്നത്? ആവർത്തിച്ചുള്ള പരിശീലനം. കൃഷ്ണൻ പറയുന്നു, എനിക്കാകെ ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം, അതാണ് അദ്ദേഹത്തിന്റെ ആ വാച്യാർത്ഥം തന്നെ അങ്ങനെയാണ്. യോഗിനോ യഥാദീപോ നിവാതസ്ഥ, വായു ഇല്ലാത്തതായിട്ടുള്ള സ്ഥലത്ത് വെച്ചതായിട്ടുള്ള ദീപം ന ഇംഗതേ, എപ്രകാരമാണോ ചലിക്കാത്തത്, സ ഉപമാ സ്മൃത, അതാണ് ഉപമ. ഒരു ആധ്യാത്മിക സാക്ഷാത്കാരത്തിന് വൈദഗ്ധ്യം വന്നതായിട്ടുള്ള ധ്യാതാവിന്റെ ചിത്തം ഇപ്രകാരമാണ്. ഇളകാതെ നിൽക്കുന്ന കത്തിജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നി, ഒരേ ഒരു വിഷയം എന്നർത്ഥം. അതാണ് ഒരേ ഒരു വിഷയം. അതായത് ഈശ്വരനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു, വേറൊന്നുമല്ല. നാം ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ നിമഗ്നമാവുമ്പോൾ കാലത്തെ നാം വിസ്മരിക്കുന്നു. എപ്പോഴാണ് നമുക്ക് ടൈം പോകാത്തത്? ഒന്നും ചെയ്യാനില്ലാത്തപ്പ, ക്രിയാത്മകമായിട്ട് ഒന്നും ഇല്ലാത്തപ്പ. മറിച്ച് ഏതെങ്കിലും ഒന്നിൽ നാം നിമഗ്നമാവുന്ന സമയത്ത് നമുക്കറിയുന്നില്ല ടൈം പോകുന്നതാണ്. കാരണം അപ്പോൾ കാലം തന്നെയില്ല. ആധുനിക ശാസ്ത്രജ്ഞന്മാർ കാലത്തെ വിവരിക്കുന്നത് രണ്ട് സംഭവങ്ങളുടെ മധ്യത്തിലുള്ള ഇടവേളയെ കാലം എന്ന് പറയുന്നു. ഇന്റർവെൽ ബിറ്റ്വീൻ ടു ഇവന്റ്സ്. ഋഷിമാർ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ഋഷിമാർ കാലത്തെ വിവരിക്കുന്നത് രണ്ട് വിചാരങ്ങളുടെ മധ്യത്തിൽ ഉള്ളതായിട്ടുള്ള ഇടവേളയാണ്. സബ്ജക്റ്റീവ്, വസ്തുനിഷ്ഠമല്ല, ആത്മനിഷ്ഠമായിട്ടുള്ള വിവരണമാണ്. അതായത് കാലം ഇവിടെയാണ് നാം അറിയുന്നത്, നമ്മെയാണ് കാലം ബാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരാണ് ഈ നാം? നമ്മുടെ മനസ്സ്. എവിടെയോ എന്തോ സംഭവമുണ്ടായി, അത് നമ്മെ ബാധിക്കുമോ? ഇല്ല.
എത്ര സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നോ നമ്മെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. എത്ര ആക്സിഡൻസ് ഒരു ദിവസം നടക്കുന്നോ? പക്ഷേ അത് നമ്മളുടെ ഒരാളാണെങ്കിലോ? കാരണം ആ സംഭവം ഉടനെ നമ്മെ ബാധിക്കുന്നു. നമ്മൾ അറിയുന്ന ആള് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതായി നമ്മളെ ബാധിക്കുക എന്ന് വെച്ചാൽ ആ സംഭവം നമ്മുടെ ഉള്ളിൽ ഒരു വിചാരമായി, നമ്മുടെ മനസ്സിൽ അത് കുലുക്കുന്നു, അതൊരാധിയായി, അത് നമ്മെ വ്യാധിയിലോട്ട് നയിക്കുകയും ചെയ്യും. മനസ്സിലുണ്ടാകുന്ന ആഘാതങ്ങൾ പെട്ടെന്ന് നമ്മുടെ നോർമലസി പോകുന്നു, ബോധമില്ലാതാവുന്നു. കാരണം നമുക്ക് ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ സംഭവത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ കുറിച്ചുള്ളതായിട്ടുള്ള ചിന്തകൾ, ആകുലത. അപ്പോൾ സംഭവങ്ങൾ നമ്മെ ബാധിക്കുന്നില്ല. സംഭവം ഞാനായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ സംഭവം എന്നെ ബാധിക്കുന്നുള്ളൂ. അതായത് ഞാൻ ഉൾച്ചേരണം, അതല്ലെങ്കിൽ ലോകം നമ്മിൽ പ്രവേശിക്കുന്നില്ല. ഒരേ ഒരു വൃത്തി, ഒരേ ഒരു വിചാരം, ഒരു നോവൽ നാം വായിക്കുന്നു, ഏറ്റവും താല്പര്യമുള്ളതായിട്ടുള്ള നോവൽ. നമ്മൾ 2 പേജ് വായിച്ചു കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. 2 പേജ് വായിച്ചപ്പോ ഭക്ഷണത്തിന്റെ ഓർമ്മയില്ല. സംഭവിക്കാറില്ലേ? കാരണം എന്താ? അതിലെ ആശയത്തിന്റെ പ്രതിപാദ്യ വിഷയത്തിന്റെ രസം നാം അങ്ങനെ വിചാരിച്ചു തുടങ്ങി. പക്ഷേ പിന്നെ എനിക്ക് ആഹാരം എന്ന ചിന്തയില്ല. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത്രയും സമയം ഞാൻ ഇരുന്ന് വായിച്ചു. ടൈമില്ല അവിടെ. അതായത് മനസ്സ് ഒരേ ഒരു വിചാരത്തെ തന്നെ ചിന്തിക്കുമ്പോൾ ടൈമില്ല, കാലത്തിന്റെ ബോധമില്ല. വ്യത്യസ്ത വിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഇത്രയും സമയമായി, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അതിപ്പോ എപ്പോഴാ ചെയ്യാന്ന് വെച്ചാൽ ടൈം ബോധം. കാരണം എന്താ? വൈവിധ്യങ്ങളായിട്ടുള്ള ചിന്തകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതീക്ഷകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള താല്പര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ചിന്താ പ്രവാഹത്തിന് വൈവിധ്യമുണ്ടാവും. ഒരു ചിന്ത വേറെ. അത് ഇന്നത്തെ പ്രത്യേകിച്ചിട്ട് ഈ വാടകയ്ക്കൊക്കെ പ്രസംഗത്തിന് എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയും. അത് കേരളത്തിലൊക്കെ ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഒരിടത്ത് ചെന്ന് പ്രസംഗിക്കുന്നു, നമുക്ക് കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ഈ സ്ട്രീറ്റിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നു, ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ എത്ര വാചാലതയോട് കൂടിയിട്ടാണ്. അതിനൊരു കഴിവുണ്ട്. ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇവിടെ പ്രസംഗിക്കുന്നു, അവരുടെ ആശയങ്ങളും അവർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളും അവർ പവറിലുണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ഇതേ ആള് ഒരു 4 കിലോമീറ്റർ ആയാലും വേറൊരു പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. ഇവിടെ പറയുന്ന ആശയങ്ങൾ മുഴുവൻ അവിടെ നിഷേധിക്കുന്നു. എത്രത്തോളം വൈദഗ്ധ്യം വേണം! ഇവിടെ താൻ ഏതെന്നാണോ ബിൽഡ് ചെയ്തത് അവിടെ മുഴുവനും തകർക്കുന്നു. ശരി, നിങ്ങൾ അപ്പോഴേ അവിടെയല്ലേ പ്രസംഗിച്ചു. ഇതൊക്കെ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഇങ്ങനെയുള്ളവർ ഏത് വിധത്തിലാണ് ടൈം ഉപയോഗിക്കുന്നത് ഞാൻ ആലോചിക്കുക. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വിചാരമില്ല. മറ്റുള്ള വിചാരങ്ങളൊക്കെ അവർ ശേഖരിക്കുന്നു. കാര്യം അവരുടെ കാര്യം നടക്കുന്നില്ല, അത്രേ ഉള്ളൂ. അവർക്ക് അവരുടേതായ നയങ്ങളോ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളോ അവരുടേതായിട്ടുള്ള ചിന്തയോ ഒന്നുമില്ല. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. പറഞ്ഞുകൊണ്ടിരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിചാരങ്ങൾ മനസ്സിൽ പ്രവഹിക്കുമ്പോഴാണ് കാലബോധം ഉണ്ടാവുന്നത്. എന്ന് പറയുമ്പോൾ മനസ്സൊരേ ഒരു വിചാരം മാത്രം. നിദ്രയിൽ നമുക്ക് വിചാരങ്ങളില്ല, അതുകൊണ്ട് അനന്തമായ സുഖം അനുഭവിക്കുന്നു. മനസ്സു സ്വയം അപ്രത്യക്ഷമാകുന്നു. ഏറ്റവും സുദീർഘമായിട്ടുള്ള കാലം നമ്മളുടെ പൗരാണിക സങ്കല്പത്തിൽ യുഗമാണ്. ഏറ്റവും സുദീർഘമായിട്ടുള്ള കാലം. ചരിത്രം ശതാബ്ദി, സഹസ്രാബ്ദി എന്നൊക്കെ പറയുന്നു, ഗോൾഡൻ, പ്ലാറ്റിനം എന്നൊക്കെ നമ്മൾ പറയുന്നു ഓരോ ജൂബിലി വരുമ്പോ. പക്ഷേ സെഞ്ചുറി അത് വലിയ കാര്യം.
സഹസ്രാബ്ദം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഈ 2000 എന്ന് കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ 4 അക്കങ്ങൾ മാറുന്നത് എല്ലാവർക്കും കാണാൻ സാധ്യമല്ല. 3 അക്കങ്ങൾ മാറുന്നത് തന്നെ അത്ഭുതം, ഇല്ലേ? 3 അക്കങ്ങൾ മാറുന്നത് തന്നെ അത്ഭുതം. 4 അക്കങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ സുദീർഘമായിട്ടുള്ള കാലം നമുക്ക് നമ്മളെ കാലമല്ല. നമ്മൾ അറിയുന്നതായിട്ടുള്ള രാവല്ലത്രേ. നമ്മൾ അറിയുന്നതായിട്ടുള്ള പകലല്ലത്രേ. ഇത് രാത്രിയാണോ എന്ന് ചോദിച്ചാൽ ഇത് രാത്രിയാണ് നമ്മൾ പറയും. പക്ഷേ ഇത് ഭൂമണ്ഡലത്തിലെ ഈ ഭാഗത്ത് വസിക്കുന്നവർക്കാണ് രാത്രി. മറ്റുള്ള സ്ഥലത്തേക്ക് അമേരിക്കയിൽ 8 hours ബിഹൈൻഡ് ആണ്, അവർ പിന്നിലാണ് ഈ സമയത്ത്. അതായത് ഭൂമിയിൽ എല്ലാവരും ഒരേ സമയം കാലം അനുഭവിക്കുന്നില്ല. ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് വാച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആധ്യാത്മിക സത്യമല്ല, ഭൗതികങ്ങളായിട്ടുള്ള സത്യങ്ങളാണ്. എങ്ങനെയാണ് കാലം മാറി മറിയുന്നത് എന്ന് വിവരിക്കുകയാണ്. അപ്പോൾ എന്താണ് രാവ്, എന്താണ് പകൽ? ഭഗവാൻ തന്നെ പറയുന്നു, ക്രിയേറ്ററുടെ ഈ പ്രപഞ്ച മനസ്സിന്റെ ഒരു രാവാണത്രേ രാവ്. പ്രപഞ്ച മനസ്സിന്റെ പകലാണത്രേ പകലല്ല. അപ്പോൾ നമ്മുടെ രാവും പകലും അല്ല. അഹോരാത്ര വിദോജന, രാവും പകലിന്റെയും രഹസ്യം അറിയുന്നവർ ഇതാണ് രാവ്, ഇതാണ് പകൽ എന്ന് പറയുന്നു. ശരി, എന്താണ് രാവ്, എന്താണ് പകൽ? പ്രപഞ്ച മനസ്സിന്റെ വിരാട് സ്വരൂപത്തിന്റെ കോസ്മിക് പേഴ്സന്റെ രാവും പകലും എന്താണ്? അതായത് ഏറ്റവും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഏറ്റവും സുദീർഘമായിട്ടുള്ള കാലം യുഗമാണ്. അങ്ങനെ നമുക്ക് 4 യുഗങ്ങളുണ്ട്. സത്യയുഗം അഥവാ കൃതയുഗം, രണ്ടും ഒന്നാണ്. ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗത്തിൽ 16 ലക്ഷത്തിൽ ചില്ലാനം വർഷങ്ങളാണത്രേ. ത്രേതായുഗത്തിൽ 12 ലക്ഷത്തിൽ ചില്ലാനം വർഷങ്ങളാണ്. അത് കഴിഞ്ഞാൽ ക്രമപ്രകാരം ദ്വാപരയുഗത്തിൽ വരുമ്പോൾ 8,64,000 വർഷമാകുന്നു. കലിയുഗത്തിൽ 4,32,000 വർഷം. ദ്വാപരയുഗ അന്ത്യത്തിലാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ കലിയുഗം ആരംഭിച്ചു. 4,32,000 വർഷം. അതിൽ 5,000 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോ. അതുകൊണ്ടാണ് നാം ക്രിയയൊക്കെ ചെയ്യുമ്പോ പ്രഥമപാദേ കലിയുഗേ പ്രഥമപാദ, ആദ്യത്തെ 5,000 years. എന്നിട്ട് ഉത്തരായണേ, ഇന്ന് ഉത്തരായണേ, ഇന്നലെ ദക്ഷിണായനമായിരുന്നോ, ഇന്ന മാസം ഇന്ന തീയതി ഈ സമയത്ത് ഇന്നവർക്ക് വേണ്ടി നാം ഈ ക്രിയ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ കാലത്തിന് നമ്മൾ ഇന്നും പറയാറുണ്ട്, കാലത്തിന്റെ മഹത്തായിട്ടുള്ള പ്രവാഹത്തെ. അപ്പൊ 4,27,000 വർഷം ഇനിയും കിടക്കുന്നു. 5,000 കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ്, നമ്മളൊന്നും കാണാനുണ്ടാവില്ല. അതിനെക്കുറിച്ചൊരു ഭയപ്പെടേണ്ട ആവശ്യം. അപ്പോൾ 16 ലക്ഷത്തിൽ ചില്ലാനം വർഷം കൃതയുഗം, 12 ലക്ഷത്തിൽ ചില്ലാനം വർഷം ത്രേതായുഗം, 8 ലക്ഷത്തിൽ ചില്ലാനം വർഷം ദ്വാപരയുഗം, 4 ലക്ഷത്തിൽ ചില്ലാനം വർഷം കലിയുഗം. ഇത് 4 കൂടെ കൂട്ടിയാൽ ഒരു മഹായുഗമായി. ഇങ്ങനെ 1000 മഹായുഗം കൂടിയതാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. സ്വാഭാവികമായിട്ടും ഇത്രയും കാലം വീണ്ടും വേറെ 1000 മഹായുഗം വരുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രി. സഹസ്രയുഗ പര്യന്തം അഹർയത് ബ്രഹ്മണോ വിദുഃ. അത്രയും സഹസ്രയുഗ പര്യന്തം, അത് അത്രയും അദ്ദേഹത്തിന് രാത്രിയാണ് എന്ന് അഹോരാത്ര വിദോജന, രാവിന്റെയും പകലിന്റെയും രഹസ്യം മനസ്സിലാക്കിയ മഹാത്മാക്കൾ പറയുന്നു. എന്താണ് പറയുന്നത്? അതിന്റെ ആധികാരികത പറയുകയാണ്. ആരാണിത് പറയുന്നത്?
രാവിന്റെയും പകലിന്റെയും രഹസ്യം മനസ്സിലാക്കിയവർ. ഇങ്ങനെ 1000 മഹായുഗങ്ങൾ കഴിയുമ്പോൾ ഒരു പകൽ ഒരു രാത്രി ഇങ്ങനൊരു ബ്രഹ്മാവ് നമ്മളുടെ 365 വർഷം ഒരു വർഷപ്രകാരം 100 വർഷം ജീവിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലും ഇത് കൊള്ളുകയില്ല. നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അതായത് ബ്രഹ്മാവ് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പേപ്പറിൻ്റെ അടുത്ത് കാഫിയും കൊണ്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു 25,000 പ്രാവശ്യം ജനിച്ചു മരിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വാച്ചില 6 മണി തൊട്ട് 6:05 ആകുമ്പോഴേക്കും നമ്മൾ 25,000 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ഇത് ബുദ്ധിമുട്ടല്ല മനസ്സിലാക്കാൻ, അത് അതിശയോക്തിയല്ല, ഇത് സത്യമാണ്. ഇന്ന് സാപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച് നാം വളരെയധികം അഭിമാനിക്കാറുണ്ടല്ലോ. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എത്ര ലളിതമായ രീതിയിലാണ് ആചാര്യരും അതിനെക്കുറിച്ച് വിവരിച്ചിരുന്നത്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പാറ്റകൾ ഉണ്ടാവാറുണ്ട്, ശലഭങ്ങൾ ഇല്ലേ? ആ ഒരു സമയം വരുമ്പോൾ ഒന്നായിട്ട് ഈ പാറ്റകൾ വരും. അവയ്ക്ക് ഏതാണ്ട് 3-4 മണിക്കൂർ അത്ര ആയുസ്. അപ്പോ ഈ പാറ്റ പറയുകയാണ് മറ്റൊരു പാറ്റയോട്, ഈ മനുഷ്യന്റെ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം 24 മണിക്കൂറാണ്. 12 മണിക്കൂർ ഒരു പകൽ, 12 മണിക്കൂർ ഒരു രാത്രി. ഇങ്ങനെ ഈ മനുഷ്യൻ 120 വർഷം ജീവിക്കുമത്രേ. എല്ലാ രാശികളിലും നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ എന്നാൽ തന്നെ എന്താ 100 വർഷം മുഴുവൻ സഞ്ചരി. അപ്പോ ആ പാറ്റയ്ക്ക്, ആ ശലഭത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല മനുഷ്യന്റെ ആയുസ്. കാരണം മനുഷ്യൻ ബ്രഹ്മാവാണ് ഇല്ലേ? അതിന്റെ തലത്തിൽ നാം എത്രയോ സുദീർഘമായിട്ടുള്ള ടൈമിൽ ജീവിക്കും. പ്രപഞ്ച മനസ്സിനെ നോക്കുന്നതായിട്ടുള്ള സമയത്തോ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അല്ലെ, എന്താണ് ഈ യുഗം? ഇത്രയും സുദീർഘമായിട്ടുള്ള കാലം എവിടെയാണ്, എവിടുന്നാണ് ഉണ്ടാവുന്നത്? നമ്മളുടെ ഏറ്റവും സുദീർഘമായിട്ടുള്ള കാലം എന്താണ്? വർഷം. ഒരു വർഷം കഴിഞ്ഞു, കുട്ടി ജനിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ വയസ്സെത്തും പിറന്നാളായി. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം പഴകിക്കഴിഞ്ഞു, നമ്മൾ ആഘോഷിക്കുന്നു. അതായത് ഒരു വർഷം. അപ്പോൾ ഈ വർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുദീർഘമായിട്ടുള്ള ഒരു കാലയളവ്. വർഷത്തിന്റെ താഴ്ന്നത് എന്താണ്? അതിന്റെ ഘടകം എന്താണ്? 12 മാസങ്ങളാണ്. ഒരു വർഷത്തിന്റെ ഘടകം മാസമാണ്. ശരി, ഇനി മാസത്തെ വിശകലനം ചെയ്യാം. മാസം എങ്ങനെയാണ് മാസമാവുന്നത്? 4 ആഴ്ചകളാണ് മാസം. അപ്പോൾ 7 ദിവസം കൂടിയതായിട്ടുള്ള ഒരാഴ്ചയാണ് ഒരു മാസത്തിന്റെ ഘടകം. ശരി, ഒരാഴ്ചയെ നമ്മൾ എടുക്കൂ. അപ്പോൾ അത് വർഷത്തിന്റെ, മാസത്തിന്റെ, ടൈമിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ആ ഒരാഴ്ച ആകുന്നത് എങ്ങനെയാണ്? 7 ദിവസങ്ങളാണ് ഒരാഴ്ച. അപ്പോൾ ആഴ്ചയുടെ ഘടകം ദിവസമാണ്. ഇനി ദിവസത്തിലോട്ട് വരാം. എന്താണ് ഒരു ദിവസം? 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും, 24 മണിക്കൂർ. എങ്കിൽ ഒരു ദിവസത്തിനെ ഒരു ദിവസമാക്കുന്നത് എന്താണ്? മണിക്കൂർ. അപ്പോൾ ഒരു ദിവസത്തിന്റെ ഘടകം 1 മണിക്കൂറാണ്. മണിക്കൂറിനെ മണിക്കൂറാക്കുന്നതോ? മണിക്കൂറിനും നമ്മൾ വിശകലനം ചെയ്ത് നോക്കാം. അതിനെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്സിൽ വെച്ച് നിരീക്ഷിക്കുമ്പോൾ മണിക്കൂറിന് എന്താണ് മണിക്കൂറിന്റെ സത്ത എന്ന് അതിനെ നാം അന്വേഷിക്കുന്ന സമയത്ത് 60 മിനിറ്റ് കൂടിയതാണ് ഒരു മണിക്കൂർ. അതാണ് ഒരു മണിക്കൂർ, അതാണ് ദിവസം, അതാണ് ആഴ്ച, അതാണ് മാസം, അതാണ് വർഷം, അതാണ് ശതാബ്ദികൾ, അതാണ് സഹസ്രാബ്ദികൾ, അതാണ് യുഗം. അപ്പോൾ യുഗം എവിടെയാണ്? മിനിറ്റ്.
60 മിനിറ്റ് ചേർന്നതാണ് 1 മണിക്കൂർ. ആ മിനിറ്റിൽ ഇത്രയും സുദീർഘമായിട്ടുള്ള കാലം പ്രതിനിധീകരിക്കുന്ന സാർ, ഒരു ചോദ്യം, എന്താണ് മിനിറ്റ്? മിനിറ്റിനെ മിനിറ്റാക്കുന്നത് എന്താണ്? നമ്മുടെ വാച്ചിലെ സെക്കൻഡ് നീഡിൽ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും 1 മിനിറ്റാവും. 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അല്ലേ? ആർക്കും പ്രതിഷേധമില്ല, പാസ്സാക്കാം, അംഗീകരിക്കാം. അപ്പോൾ സമയത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം എന്താണ്? സമയത്തിന്റെ, കാലത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം എന്താണ്? സെക്കൻഡ്, അല്ലേ? കാലത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം സെക്കൻഡ്. ഫസ്റ്റ് അല്ല, ഫസ്റ്റ് ടൈമില്ല, കാലതീതം. ഫസ്റ്റിലുള്ള ആൾ നിങ്ങളാണ് സെക്കൻഡിനെ അറിയുന്നത്. സെക്കൻഡ് ടൈം. ഞാൻ ഒന്നാമൻ, ഞാൻ കാണുന്നതാണ് സെക്കൻഡ്. മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞുള്ളൂ രാവിലെ. മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞാൽ കാലാതീതനെ കുറിച്ച് പറയണം എന്നർത്ഥം. മൃത്യു അവിടെ സ്പർശിക്കുകയില്ല. കാലനാണ് മൃത്യു. ആരെങ്കിലും പറയാറുണ്ടോ? ആരെങ്കിലും അന്വേഷിച്ചു വന്നാല് പോയിട്ട് ഒരു ഫസ്റ്റ് ആയിട്ടുള്ളൂ ആരെങ്കിലും പറയോ? ഒരു സെക്കൻഡ് ആയിട്ടുള്ളൂ എന്നർത്ഥം. സെക്കൻഡിൽ നിന്നാണ് ടൈം തുടങ്ങുന്നത്, ഫസ്റ്റിൽ ടൈമില്ല. കാരണം ഫസ്റ്റ് നാരായണനാണ്. അത് കാലമില്ലാത്തത് കൊണ്ട് അത് പഴകുകയില്ല. കാലത്തിലുള്ളതാണ് പഴകുക, ക്ഷയിക്കുക. അത് എന്നും നവമാണ്, എന്നും അത് പുതിയതാണ്. അതുകൊണ്ട് സനാതനം എന്ന് പറയുന്നു. സനാതനം നിത്യനൂതനം എന്നർത്ഥം. അതെന്നും നൂതനമാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ അതൊരിക്കലും കാലത്തിന്റെ പ്രവാഹം കൊണ്ട് പഴകുകയില്ല. നാരായണൻ സത്യത്തിൽ ടൈമില്ല. പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സ് നിശ്ചലമാവുമ്പോൾ കാലത്തിനെ കുറിച്ച് നാം ബോധവാനല്ല. ഒരേ ഒരു വിചാരം മാത്രം നിൽക്കുമ്പോൾ മനസ്സല്ലാതാവുന്നു. ഉപനിഷത്ത് പറയുന്ന വാക്ക് അമനീഭാവം എന്നാണ്. മനസ്സില്ലാത്തതായിട്ടുള്ള അവസ്ഥ. അത് മനസ്സിന്റെ പരിശുദ്ധിയിൽ ഉണ്ടാവേണ്ടതാണ്, മനസ്സിന്റെ പക്വതയിൽ ഉണ്ടാവേണ്ടതാണ്. യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമ. എവിടെയാണോ നമ്മുടെ മനസ്സ് ഒരേ ഒരു വസ്തുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, രണ്ടാമത്തെ വിചാരമില്ലാത്തത്, അപ്പോൾ കാലബോധം നമുക്കുണ്ടാവുന്നില്ല. കാലബോധമില്ലാത്തതായിട്ടുള്ള സമയത്ത് നാം അനന്തമായിട്ടുള്ള ആ ഭാവത്തെ അറിയുന്നു. നാം അറിയുകയോ അതെങ്ങനെയാണ് എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അനുഭവിക്കുന്ന ആൾക്ക് മാത്രമല്ലാതെ വേറെ ആരും അത് പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നില്ല. അറിഞ്ഞവനത് പറയാനും സാധ്യമല്ല. ഭഗവാൻ തന്നെ ഭഗവാൻ ആയതുകൊണ്ട് അത് വിവരിക്കുകയാണ്. എന്തിനധികം സാക്ഷാൽ ദക്ഷിണാമൂർത്തി പരമശിവൻ തന്റെ ശിഷ്യന്മാരായിട്ടുള്ള സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ എന്നീ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ബ്രഹ്മവിദ്യക്ക് സമീപിച്ചതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഒരക്ഷരം അവരോട് മുണ്ടിയില്ലാത്രേ. കാരണം അവർ സനകാദികളായതുകൊണ്ട് അവർക്ക് ആ നിശബ്ദതയുടെ സാർത്ഥകത്വം മനസ്സിലാവും. അപ്പൊ നിങ്ങളും അതുപോലെ വന്ന് ഇവിടെ വന്നിരിക്കുക, ഞാനൊന്നും മിണ്ടുന്നില്ലെങ്കിൽ സ്ഥിതി എന്താ? കാരണം നിങ്ങൾ സനകാദിയല്ല, ഞാൻ ദക്ഷിണാമൂർത്തിയുമല്ല. അതുകൊണ്ട് തന്നെയാണ് മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ പരബ്രഹ്മതത്വത്തെ പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. പരബ്രഹ്മമായിട്ടുള്ള തത്വം അവർക്ക് പകർന്നു കൊടുത്തു. എങ്ങനെ? മൗനവ്യാഖ്യാനേന, ഒരു അക്ഷരം പറയാതെ. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. അപ്പോ
അഭിമന്യു സ്വാമികളുടെയൊക്കെ ചിന്മാനന്ദ സ്വാമികളുടെയൊക്കെ ഉപനിഷത്ത് ക്ലാസ്സിൽ കേട്ടിട്ടുള്ളവർക്ക് പലർക്കും അറിയാൻ സാധിക്കും. സാമൂഹിക വാചാലത നഷ്ടപ്പെടുന്നതായിട്ടുള്ള സമയങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം, പറയാൻ സാധിക്കുന്നില്ല. കാരണം ആ സമയം അദ്ദേഹം സ്വയം അതിൽ നിമഗ്നമാവും. താൻ അതാണ്. ആ നിമിഷം എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള വാഗ്മികളായാലും അവർ അതിനെക്കുറിച്ച് വിവരിക്കുന്ന സമയത്ത് അവർ നിസ്സഹായരാവുന്നു. വിവരിക്കാൻ സാധിക്കുന്നില്ല. വിവരിക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കും. വാക്കുകൾ ചിതറുന്നു, മനസ്സ് പതറുന്നു. കാരണം അവർ ആ ഭാവത്തിൽ ദൃഢമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ആ നിമിഷത്തിൽ സാക്ഷാൽ പരമശിവന് പോലും സാധിക്കുന്ന കൃഷ്ണന്റെ ഒരു പ്രാഗൽഭ്യം കൊണ്ടാണ് ഇത്രയും വിവരിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും പ്രതിപാദിക്കാൻ സാധ്യമല്ല. അതായത് കാലത്തിനതീതമാവുമ്പോൾ മനസ്സ് വാതവർജിത സ്ഥലത്ത്, വായുവില്ലാത്ത സ്ഥലത്ത് വെച്ച ദീപം പോലെ അത് ഇളകാതെ ജ്വലിക്കുന്നു. യഥാ ദീപോ നിവാദസ്ഥഃ നിംഗതേ സോപമാ സ്മൃത. അത് മാത്രമാണ് ഹേ അർജുന എന്റെ മനസ്സിൽ വരുന്നതായിട്ടുള്ള ദൃഷ്ടാന്തം. യോഗിനോ യഥചിത്തസ്യ, യോഗിന ധ്യാനിക്കുവാൻ ശ്രമിക്കുന്ന ആള് യഥചിത്തസ്യ യത്നം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതല്ലാതെ അവിടെ വന്നു ഞാൻ ഭഗവാനെ ശരണം പ്രാപിച്ചു, എനിക്കൊന്നും ചെയ്യാനില്ല, ബാക്കി ഭഗവാൻ ചെയ്തോളൂ, അങ്ങനെയുള്ളവരോട് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നില്ല. നാം സ്വയം പ്രവർത്തിക്കണം. അലസത നമ്മൾ എവിടെയും എത്തിക്കുകയില്ല. ഭഗവാൻ മാർഗദർശനം നൽകുന്നു, ലക്ഷ്യത്തെക്കുറിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പക്ഷെ വീണ്ടും വീണ്ടും നാം തന്നെ നമ്മെ ഉയർത്തണം. യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യോഗമാത്മന അവനവനുമായി, അവനവന്റെ യഥാർത്ഥമായ സത്യവുമായി, പ്രപഞ്ചത്തിന്റെ കേന്ദ്രവും മനുഷ്യനുള്ള സത്തയും ഒന്നാണ് എന്നുള്ള ജ്ഞാനത്തോടുകൂടെ തന്റെ മനസ്സിനെ ആ പ്രപഞ്ച കേന്ദ്രത്തിലുമായി യോജിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആൾക്ക്, ആളുടെ മനസ്സ് വായുവില്ലാത്ത സ്ഥലത്ത് കത്തുന്ന ദീപം പോലെ ഏകമായി ജ്വലിക്കുന്നു. ഉപമ. ഇത് മാത്രമാണ് ഹേ അർജുന സ്മൃത എനിക്ക് ഇതിനെക്കുറിച്ച് പറയുവാൻ ഓർമ്മ വരുന്ന ഒരു ദൃഷ്ടാന്തം. അതായത് കൃഷ്ണൻ പോലും സ്വയം നിശബ്ദമാകുന്നു. അദ്ദേഹത്തിനും പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ തൻ്റെ ചാതുര്യം കാരണം, തൻ്റെ നയം കാരണം ഇത്രയും വാക്കുകൾക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നു. തുടർന്ന് ആ മനസ്സ് എവിടെയും ചലിക്കാതെ ഒരേ ഒരു സംഗതിയെ മാത്രം വിചാരിക്കുമ്പോൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിചാരങ്ങൾ മനസ്സിൽ പ്രവഹിക്കാതിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ മനസ്സിന്റെ ആനന്ദത്തെ വീണ്ടും ഇവിടെ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ധ്യാനത്തിലുള്ള സഫലതയാണ് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ.